പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ പവർ ഗ്രിഡ് തകർത്തു, അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ആളുകൾ ബംഗറിലേക്ക് മാറുകയാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെ ഭയന്ന്. അങ്ങനെ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ കൂടി ഈ സമയം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ. അതേ കൂടി നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. തീർച്ചയായും ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിദേശ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനം 10:30 ചേരുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്ന വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ കളവുകളെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരിക്കും ഇത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും അതീവ നിർണായകമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒന്ന്, പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങൾ 3 തകർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 പോർ വിമാനങ്ങൾ ശ്രീനഗറിന് മുകളിൽ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. 3 ഉണ്ട് എന്നാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുള്ളത്. മറ്റൊന്ന്, പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകളെല്ലാം തന്നെ ഇന്ത്യ തകർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു സാഹചര്യമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നാഷണൽ കമാൻഡ് അതോറിറ്റി ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങളുടെ കമാൻഡും കൺട്രോളും ഉള്ള ഒരു സ്ഥാപനമാണ്. അതായത് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഈ NCAക്കാണ്. അതായത് പ്രധാനമന്ത്രി അധ്യക്ഷരായ ഈ അതോറിറ്റിയുടെ യോഗമാണ് ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതൊരു ഭീഷണിപ്പെടുത്തലിനപ്പുറത്തേക്ക് മാറി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം പാകിസ്ഥാന് ഇന്നലെ IMF അനുവദിച്ച ലോണ് അത് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇന്ന് ഒമർ അബ്ദുള്ള പോലും പറഞ്ഞിരിക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യയിൽ വർഷിച്ച ഈ മിസൈലുകളുടെ പണം കൂടി IMF നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഒമർ അബ്ദുള്ളയുടെ ട്വീറ്റ്. ഇന്ത്യ ഇന്നലെ കടുത്ത നിലപാട് തന്നെയാണ് IMF യോഗത്തിലെടുത്തത്. പാകിസ്ഥാൻ ഈ പണം നൽകുന്നതിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്യുകയും ചെയ്തു. $100 മില്യൺ ഇന്ത്യക്ക് പാകിസ്ഥാന് നൽകാൻ, $1.3 ബില്യൺ പാകിസ്ഥാന് നൽകാനായി ഇപ്പോൾ IMF തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഈ പണം ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും യുദ്ധം ചെയ്യാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനല്ല ഈ പണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ വിമർശനങ്ങളുമാണ് വരുന്നത്.